കാരണം നമുക്കിത് ഒരു കുടുംബത്തിലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു ദുരന്തമാണ് ഈ കുടുംബത്തിലുണ്ടായത്. 3 പേരെയാണ്, 2 പേരെ നഷ്ടപ്പെട്ടു, ഒരാളെ കാണാതായി. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയാൻ പറ്റാത്ത സ്ഥിതിയിലാണ് നമ്മൾ ചെയ്തത്. അവരെ കാണാതായ ആൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഒരു കാലത്തും നടത്താത്ത രീതിയിലാണ് ആൾ നഷ്ടപ്പെട്ടിട്ടും ഇത്രയും ദിവസമായിട്ട് തിരച്ചിൽ നടത്തുന്നത്. ചില പ്രതികൂലമായ കാലാവസ്ഥയുടെ സമയത്ത് മാത്രമാണ് ഇത് നടക്കാറുള്ളത്. അല്ലാതെ എല്ലാ ദിവസങ്ങളും ഡോണിയർ വിമാനം ഉപയോഗിച്ചും ഹെലികോപ്റ്റർ ഉപയോഗിച്ചും ഉള്ള പരമാവധി സ്കൂബ ഡൈവിങ് സംവിധാനം ഉപയോഗിച്ചും ഒക്കെ നടത്തുകയാണ്. കാരണം വിഴിഞ്ഞത്തും ഒരാൾ, മുതലപ്പുഴയിലും ഇവിടെയും ഒരാൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഈ 2 സ്ഥലത്തും പരമാവധി എല്ലാ സംവിധാനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് പരമാവധി നടത്തിയാണ്. പക്ഷേ ഇതുവരെ ഈ 3 പേരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഈ കുടുംബത്തിനുണ്ടായ നഷ്ടം അത് തീർച്ചയായും എല്ലാ രീതിയിലും ഒരു സർക്കാരിന് സാധ്യമായ തരത്തിലെല്ലാം ഈ കുടുംബങ്ങളെ സർക്കാർ സഹായിക്കും. അതിന് നിലവിലുള്ള പല നിയമങ്ങളും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള തടസ്സങ്ങളെല്ലാം സർക്കാർ അത് നീക്കി അതിൻ്റെ ഒരു കുറവുണ്ടാകാത്ത രീതിയിൽ തീർച്ചയായിട്ടും പരിഹരിക്കും. ചെയ്യാൻ കഴിയാവുന്നത്, ഒരു ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ പരമാവധി സഹായിക്കും, ഈ കുടുംബത്തെ സഹായിക്കും. ഈ മത്സ്യത്തൊഴിലാളി മേഖലയിൽ അടിക്കടി ഇതുപോലെ പല സംഭവങ്ങളും നടക്കുന്നു. ഒരു സ്ഥിരം സംവിധാനം അത് ഏർപ്പെടുത്തും, ഉറപ്പായിട്ടുണ്ടാക്കും. ഇപ്പോൾ തന്നെ അടിയന്തരമായി ചെയ്യേണ്ട താൽക്കാലികമായ സംവിധാനം ഉണ്ടാക്കും, പെർമനൻ്റ് ആയിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാക്കും. അതിനൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രൊസീജിയർ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മന്ത്രി ശ്രീ അബ്ദുൽ ഗഫൂർ അതുപോലെ ശ്രീ ഷിബു ബേബി ജോണും ആ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി അവർ തന്നെ എല്ലാവരുമായിട്ട് ആലോചിച്ച്, മത്സ്യത്തൊഴിലാളികളുമായിട്ട് ആലോചിച്ച് കൂടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളെ കൂടി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ കൂടി കൂടുതൽ പങ്കാളികളാക്കിക്കൊണ്ട് തെരച്ചിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം, ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഈ രംഗത്ത് പരിചയമുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഗൗരവമായി ഗവൺമെൻറ് ആലോചിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ളൊരു പ്രത്യേകമായൊരു സംവിധാനം, ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ടാക്കും. തീർച്ചയായിട്ടും തുടക്കത്തിൽ തന്നെ ഡേ 1 മുതൽ തന്നെ വെളുപ്പാങ്കാലത്ത് ആദ്യം എത്തിയത് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണാണ്. അപ്പം മുതലുള്ള ആ തെരച്ചിൽ ആരംഭിച്ചതാണ്, പല രീതിയിലുള്ള തെരച്ചിൽ ആരംഭിച്ചതാണ്. നേവിയുടെ ഇത് വരാൻ വേണ്ടിയിട്ടാണ്, കാലാവസ്ഥയുടെ ഇത് കൊണ്ട് മാത്രമാണ് ചിലപ്പോൾ അത് പരിശോധന പൂർത്തിയാക്കാതെ ചിലപ്പോൾ തിരിച്ചു വരേണ്ടി വന്നത്. കാലാവസ്ഥയുടെ പ്രതികൂലമായ അവസ്ഥയിൽ, കാരണം ഈ പോയവർ കൂടി ഈ അപകടത്തിൽപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ, ഈ നെറ്റിൽ കുടുങ്ങിപ്പോകുമോ എന്നുള്ള അവസ്ഥ പോയവർ കൂടി സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഒരു തിരിച്ചു പോന്നിട്ടുള്ളത്. അല്ലാതെ ഒരു ഘട്ടത്തിലും അതിനെ നിസ്സാരമാക്കി കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മുടെ സമീപകാല ചരിത്രത്തിൽ ഒരിടത്തും നടത്താത്ത തരത്തിലുള്ള തെരച്ചിലാണ് ഇത്രയും ദിവസമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നടക്കാത്ത രീതി ഉള്ള നമ്മുടെ കോസ്റ്റൽ പോലീസിന് മതിയായ സംവിധാനങ്ങൾ ഇപ്പോഴും ഇല്ല. നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് കടലിൽ പോകാൻ പറ്റുന്നില്ല. അതിനുള്ള പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രൊസീജിയർ ഉണ്ടാകുമ്പോൾ കോസ്റ്റ് ഗാർഡിനെ സംബന്ധിച്ച്, കോസ്റ്റൽ പോലീസിനെ സംബന്ധിച്ച് കുറേ കൂടി എക്യുപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതാണ് ഞാൻ പറഞ്ഞത്, പ്രാദേശികമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകളെ, പരിചയസമ്പന്നരായ ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സംവിധാനത്തെക്കുറിച്ചാണ് ഗവൺമെൻറ് ഗൗരവതരമായിട്ടും ആലോചിക്കുന്നത്. അവർക്ക് വേണ്ട അടിയന്തരമായ മറ്റ് കാര്യങ്ങൾ കൂടി എത്രയും പെട്ടെന്ന് ഏർപ്പെടുത്തും. ഞാൻ ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രൊസീജിയർ എന്ന് പറഞ്ഞത് എല്ലാം വരും. കോസ്റ്റൽ പോലീസ് വരും, കോസ്റ്റ് ഗാർഡിൻ്റെ കാര്യം വരും, അതിൻ്റെ കോർഡിനേഷൻ വരും. ഒരു വിവരം കിട്ടിയാൽ അടുത്ത മിനിറ്റ് മുതൽ എന്ത് ചെയ്യണം, ജില്ലാ അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യും, കോസ്റ്റൽ പോലീസ് എന്ത് ചെയ്യും, നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത് ആരെല്ലാമാണ്, ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം എന്താണ്, പരമാവധി ഒരു ജനകീയ പങ്കാളിത്തത്തോടു കൂടി തന്നെ തെരച്ചിൽ നടത്താൻ വേണ്ടിയിട്ട് എല്ലാ ആധുനികമായ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടും, പക്ഷേ പ്രാചീനമായ അറിവുകൾ ഈ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പഴയ കാലത്തുള്ള അറിവുകൾ കൂടി പ്രധാനപ്പെട്ട, അതിനെ രണ്ടും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം തീർച്ചയായിട്ടും